Hello everyone, welcome to Brilliant EduTech, the best solution ever. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാം ഹെൽത്ത് സർവീസസിൽ വരുന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് റെസ്പിറേറ്ററി സിസ്റ്റം, അതിൻ്റെ അനാട്ടമി, അതിൻ്റെ ഫിസിയോളജി, ഇനി അതിൻ്റെ ട്രാൻസ്പോർട്ട്, ഗ്യാസുകളുടെ ട്രാൻസ്പോർട്ട്, ഇനി അത് കൂടാതെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെ റെസ്പിറേറ്ററി ഡിസീസസ്, ഇങ്ങനത്തെ പല പല ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ബ്രീത്തിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടേംസ് ഉണ്ട്. ഇവ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദ്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില ടേംസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻറ്റ് ടേംസ്, ബ്രീത്തിങ് റിലേറ്റഡ് ടേംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടി സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യവും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൂടുതൽ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു കണ്ടന്റ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. റീസെൻ്റ് ആയിട്ടുള്ള PSC എക്സാം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ ഒക്കെ ഒന്ന് കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ടേമാണ് അപ്നിയ എന്നുള്ളത്. അപ്നിയ എന്ന് പറയുന്നത് ഒരു ടെമ്പററി പോസ് ആണ്. ബ്രീത്തിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പോസ്, അതായത് ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. അത് പൊതുവെ നടക്കുന്നത് എപ്പോഴാണ്? സ്ലീപ്പ് ടൈമിലാണ് കേട്ടോ. സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഡിസോർഡർ ആണ്. അത് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ അപ്നിയ, അതായത് ഒന്ന് സ്റ്റക്ക് ആവുക, അല്ലെങ്കിൽ ബ്രീത്തിങ് ഒന്ന് പോസ് ആവുക, അല്ലെങ്കിൽ ഷാലോ ബ്രീത്തിങ് നടക്കുക, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പല ടൈപ്പ് അപ്നിയ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, OSA എന്ന് പറയും. ഇതൊരു കോമൺ ടൈപ്പ് ഓഫ് സ്ലീപ്പ് അപ്നിയ ആണ്. അപ്പൊ ഇതിന് കാരണമാവുന്നത് നമ്മുടെ അപ്പർ എയർവേ ഉണ്ടല്ലോ, ലോവർ എയർവേ ഉണ്ട്, അപ്പർ എയർവേ ഉണ്ട്. ലോവർ എയർവേ ഏതൊക്കെയാണ്, അപ്പർ എയർവേ ഏതൊക്കെയാണെന്ന് അറിയാലോ. നമ്മുടെ മൂക്ക്, ത്രോട്ട്, വോയിസ് ബോക്സ് ഒക്കെ നമ്മുടെ അപ്പർ എയർവേ ആണ് കേട്ടോ. ലോവർ എന്ന് പറയുമ്പോൾ ലങ്സ്, ബ്രോങ്കിയോൾസ്, അതുപോലെ ആൽവിയോളൈ പോലുള്ള സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത്. സോ അപ്പർ എയർവേ ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒബസിറ്റി കാരണോ അല്ലെങ്കിൽ ലാർജ് ടോൺസിൽസ് കാരണോ ഹോർമോൺ ചേഞ്ചുകൾ കാരണോ ഒക്കെ ആവാം. അടുത്തത് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ, CSA എന്ന് പറയും. ഇത് ഉണ്ടാക്കുന്നത് ബ്രെയിൻ ആണ്. ബ്രെയിൻ നമ്മുടെ സിഗ്നൽസ് പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യാത്തത്, മസിൽസിന് പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യാത്തതുകൊണ്ട്, ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്ന പല മസിൽസ് ഉണ്ട് അല്ലേ. നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മസിൽസിനെ കുറിച്ചൊക്കെ ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്രെയിൻ സിഗ്നൽസ് കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മുടെ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്ന മസിൽസിന് പ്രോപ്പർ സിഗ്നൽസ് റിസീവ് ആയിട്ടില്ലെങ്കിൽ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടായിന്ന് വരാം. സോ ഈ അൺട്രീറ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് അപ്നിയ ഡിപ്രഷന് കാരണമാവും. ഡയബറ്റീസ്, ഹാർട്ട് ഫെയിലിയർ, ഹൈ ബ്ലഡ് പ്രഷർ, കോൺസെൻട്രേഷൻ, മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി എന്ന് വരാം. അപ്പോൾ അപ്നിയ എന്താണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് അനോക്സിയ. അനോക്സിയ എന്ന് പറയുന്നത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ലൈഫിന്, അതായത് ജീവന് തന്നെ ഹാനിയാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഓക്സിജനും നമ്മുടെ ബ്ലഡിന്റെ ആ ഒരു ബോഡി ടിഷ്യൂസിലേക്കോ ഓർഗൻസിലേക്കോ എത്തുന്നില്ല. ബ്ലഡിലൂടെയാണ് നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടൊക്കെ നടക്കുന്നത് അല്ലേ. അപ്പൊ ഈ പറയുന്ന ബ്ലഡ് നമ്മുടെ ഓക്സിജനെ എത്തിക്കുന്നില്ല, ബോഡി ടിഷ്യൂവിന് അത് റിസീവ് ആവുന്നില്ല. അതാണ് അനോക്സിയ. ബ്രെയിനിനെ എഫക്ട് ചെയ്യാം. ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനാണല്ലേ, ബ്രെയിൻ എന്തായാലും എഫക്റ്റഡ് ആവും, ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും, കോമ, ഡെത്ത് പോലുള്ള കണ്ടീഷനിലേക്ക് എത്തും. കാരണം എന്താണ്? ബ്ലഡ് സപ്ലൈ ലാക്ക് ആവുകയാണ്. ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല, ഇനഫ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല, ബ്രെയിനിലേക്ക് എത്തുന്നില്ല, മറ്റു ഓർഗൻസിലേക്കും എത്തുന്നില്ല. മറ്റൊന്ന് ലോ ഓക്സിജൻ, ബ്ലഡിൽ ഉണ്ടാവുന്ന ഓക്സിജന്റെ കുറവാണ്. അപ്പോൾ കൃത്യമായ അളവിൽ ഓക്സിജൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന അനോക്സിയ കണ്ടീഷനിലേക്ക് എത്തിക്കും. ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ എത്തുമ്പോൾ, ഓക്സിജൻ ലെവൽ കുറവായ റീജിയൻസിലോട്ട് എത്തുമ്പോൾ അതും അനോക്സിയ കണ്ടീഷൻസ് ഉണ്ടാക്കിയെന്ന് വരാം. എന്തൊക്കെയാണ് സിംറ്റംസ് വരുന്നത്? കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുക, കൺഫ്യൂഷൻസ് ഉണ്ടാവുക, ഡിസിനെസ്, ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, മെമ്മറി ലോസ്, സ്ലർഡ് സ്പീച്ച്, ഒന്നും സംസാരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ, വിഷൻ പ്രോബ്ലം, ഹെഡ് ഏക്ക്, സീഷ്യസ്. സീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന പെട്ടെന്നൊക്കെ ഉണ്ടാവുന്ന ഒരു അബ്നോർമൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് സീഷ്യർ എന്ന് പറയുന്നത് കേട്ടോ.
നമുക്ക് വേറെ ചില ടേംസ് ഉണ്ട്. അനോക്സീമിയ, അതായത് ഓക്സിജന്റെ കുറവ് തന്നെയാണ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി, ഓക്സിജൻ ഡെഫിഷ്യൻസിനെയാണ് അനോക്സീമിയ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അനോക്സിയ നമുക്കറിയാം ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനാണ്. നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ ആവശ്യമായുള്ള രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അനോക്സിയ ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ സബ് അല്ലെങ്കിൽ അണ്ടർ ഓക്സിജൻ ലെവൽ, അതായത് ഓക്സിജൻ സപ്ലൈ ഉണ്ട് പക്ഷെ അത് കുറഞ്ഞ രീതിയിലാണെങ്കിൽ അത് ഹൈപ്പോക്സിയ ആണ് കേട്ടോ. അടുത്തത് അസ്ഫൈസിയ ആണ് കേട്ടോ. അസ്ഫൈസിയ എന്ന് പറയുന്ന കണ്ടീഷൻ എപ്പോഴാണ് ബോഡിയിൽ ഉണ്ടാവുന്നത്? ബോഡിക്ക് ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാത്ത കണ്ടീഷൻ തന്നെയാണ് അസ്ഫൈസിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന കോൺഷ്യസ്നെസ് നഷ്ടപ്പെടും, സ്പീക്ക് ചെയ്യാനുള്ള ഇൻഎബിലിറ്റി ഉണ്ടാവും, റെഡ് പർപ്പിൾ ബ്ലൂ കളറിൽ അല്ലെങ്കിൽ ഗ്രേ കളറിലൊക്കെ ടിൻറ്റ് ഫേസിലോ ലിപ്സിലോ ഉണ്ടാവും. ഇനി ഇതല്ലാതെ നമ്മൾ വിചാരിക്കാതെ പീ ചെയ്യാനോ പൂപ്പ് ചെയ്യാനോ ഒക്കെ ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ ട്രബിൾ സോളോയിങ്, നമുക്ക് വിഴുങ്ങുന്നതിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ ബ്രീത്തിന് ഷോർട്ട്നെസ്, നമുക്ക് അത്ര അധികം നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ക്യുക്കായിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് നടന്നെന്ന് വരാം, കഫിങ് ഉണ്ടാവാം. അതുപോലെ വോയിസ് ഒക്കെ കുറച്ച് ഒരു ഹാർഷായിട്ട് ഒരു ആസ്പി ആയിട്ടൊക്കെ വരാം, മെമ്മറി ലോസ് സംഭവിക്കാം. ബർത്ത് അസ്ഫൈസിയ എന്ന് പറയുന്ന കണ്ടീഷൻ ബേബിയുടെ ബ്രെയിൻ അല്ലെങ്കിൽ മറ്റു ഓർഗൻസിന് ഇനഫ് ഓക്സിജൻ കിട്ടാത്ത അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാത്ത ഒരു കണ്ടീഷനാണ്. ചിലപ്പോൾ അത് ബർത്തിന്റെ സമയത്താവാം അല്ലെങ്കിൽ ബർത്ത് കഴിഞ്ഞ റൈറ്റ് ആഫ്റ്റർ മൊമെന്റിലാവാം. ചിലർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടാവും അനോക്സിയയും അതുപോലെ അസ്ഫൈസിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. അനോക്സിയ എന്ന് പറയുന്നത് ഒരു ലാക്ക് ഓഫ് ഓക്സിജൻ കണ്ടീഷൻ ആണെങ്കിൽ അസ്ഫൈസിയ എന്ന് പറയുന്നത് അത് കാരണം ഉണ്ടാവുന്ന റെസ്പിറേറ്ററി ഇമ്പയർമെന്റ് അല്ലെങ്കിൽ റെസ്പിറേഷനിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അനോക്സിയ ബ്രെയിൻ ഡാമേജ് പോലുള്ള കണ്ടീഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അസ്ഫൈസിയ എന്ന് പറയുന്നത് എന്താ ഉണ്ടാക്കുന്നത്? ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലോട്ട് തുടർന്ന് ചിലപ്പോൾ മരണത്തിലോട്ട് വരെ നയിച്ചേക്കാം. അതിപ്പോൾ അനോക്സിയ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടേം ആണ് ഓർത്തോപീനിയ. ഓർത്തോപീനിയ എന്ന് പറയുന്നത് ബ്രെത്തിനുണ്ടാവുന്ന ഒരു ഷോർട്ട്നെസ് ആണ്. അതായത് നമുക്ക് ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് ലങ്സിലേക്ക് അത് എത്താത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഓർത്തോപീനിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലേ ഡൗൺ ചെയ്യുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്തോ സ്റ്റാൻഡിങ്ങിന്റെ സമയത്തോ ഒരു ബ്രീത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രീത്ത് പ്രോപ്പറായിട്ട് എത്തുന്നില്ലെങ്കിൽ ലങ്സിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തുന്നില്ലെങ്കിൽ അതാണ് ഓർത്തോപീനിയ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർലൈൻ കണ്ടീഷൻസ് കാരണം ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ കാരണമോ അല്ലെങ്കിൽ കൊറോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കാരണമോ ഡയഫ്രം പാരലിസിസ് കാരണമോ ഒക്കെ ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടായിന്ന് വരാം. അപ്പോൾ ലേ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടായിന്ന് വരാം. ചിലപ്പോൾ ഒന്ന് എണീറ്റ് ഇരുന്ന പ്രോപ്പപ്പ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്ങിൽ ചിലപ്പോൾ ബ്രീത്തിങ് കുറച്ചും കൂടെ ഈസി ആയെന്നും വരാം. നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡിസ്പീനിയ അതുപോലെ ഓർത്തോപീനിയ എന്ന് പറയുന്നത്? ഡിസ്പീനിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രീത്തിനുണ്ടാവുന്ന ഷോർട്ട്നെസ് തന്നെയാണ്. അത് എക്സ്ക്രീഷന്റെ സമയത്ത്, വിസർജിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആണ് കേട്ടോ ഡിസ്പീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഒരു ഇൻഡിക്കേറ്റീവ് ഡിസീസ് ഇൻഡിക്കേഷൻ അല്ല കാണിക്കുന്നത്. പിന്നെ മേ നോട്ട് ബി റിലീവ്ഡ് ബൈ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, ചിലപ്പോൾ അത് ഇരുന്നതുകൊണ്ടോ നിന്നതുകൊണ്ടോ അത് മാറി എന്ന് ഉറപ്പില്ല. ഓക്കെ. അതുപോലെ ഓർത്തോപീനിയ എന്ന് പറയുമ്പോൾ ബ്രീത്തിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടിയാണ് മെയിൻലി ഫ്ലാറ്റ് ആയിട്ട് ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഒരു ഡിസീസ് കണ്ടീഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓർത്തോപീനിയ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ സിറ്റ് ചെയ്യുമ്പോഴോ സ്റ്റാൻഡ് ചെയ്യുമ്പോഴോ ഒന്ന് റിലീവ് ആവാനും ചാൻസ് ഉള്ള കാര്യമാണ്. മറ്റൊരു ടേമാണ് പ്ലാറ്റിപീനിയ എന്ന് പറയുന്നത്. പ്ലാറ്റിപീനിയ എന്ന് പറയുന്ന കണ്ടീഷൻ ബ്രീത്തിങ്ങിൽ ഉണ്ടാകുന്ന ഷോർട്ട്നെസ് തന്നെയാണ്. സിറ്റിങ്ങിലോ സ്റ്റാൻഡിങ്ങിലോ ഉണ്ടാകുന്ന ഷോർട്ട്നെസ് ആണ് പ്ലാറ്റിപീനിയ. പല ടേംസ് ഉണ്ട്, ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇത് മനസ്സിലാക്കണം. കാണുമ്പോൾ വലിയ ടേംസ് ആണ് അല്ലേ? അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ കാര്യങ്ങളാണ്. ഇതൊന്ന് കൺഫ്യൂസ്ഡ് ആവാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓർത്തോപീനിയയുടെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് പ്ലാറ്റിപീനിയ എന്ന് പറയുന്നത്. സോ പ്ലാറ്റിപീനിയ ഓർത്തോ ഡിയോക്സിയ സിൻഡ്രോം എന്താണത്? നമുക്ക് POS എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഇതൊരു ക്ലിനിക്കൽ സിൻഡ്രോം ആണ്. പ്ലാറ്റിപീനിയ ആൻഡ് ഓർത്തോ ഡിയോക്സിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് വിടുന്നത്. അതായത് ഇവിടെ ഓക്സിജന്റെ ലെവലിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണമാവുന്ന എന്താണ്? ലൈയിങ് പൊസിഷൻ, സിറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് പൊസിഷൻ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ഒരു ക്ലിനിക്കൽ സിൻഡ്രോം ആണ് ഈ പറയുന്ന പ്ലാറ്റിപീനിയ ഓർത്തോ ഡിയോക്സിയ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ POS എന്ന് പറയുന്നത് ഒരു റെയർ കണ്ടീഷനാണ്. അതിന് കാരണം ചിലപ്പോൾ പല കണ്ടീഷൻസ് ആയിരിക്കും. പൾമണറി എംബോളിസം, പാർക്കിൻസൺസ് ഡിസീസ്, റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ബ്രോണിക്കൽ സ്റ്റീനോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കാരണവും ഈ പറയുന്ന POS
ഉണ്ടായി എന്ന് വരാം. ഇങ്ങനത്തെ കണ്ടീഷൻസ് കാരണം ഉണ്ടാവാം. ഇതൊരു റെയർ കണ്ടീഷൻ ആട്ടോ POS എന്ന് പറയുന്നത്. പക്ഷെ POS എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, അതുപോലെ ഫുൾ ഫോം എന്നും മനസ്സിലാക്കുക. നമുക്ക് ചിലപ്പോൾ ഫുൾ ഫോം ആയിട്ടൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെ കാരണമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റീനോസിസ് എന്താണെന്ന് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് നാരോ ഡൗൺ ആവുന്നതാണ് പറയുന്നത്. ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് നാരോ ആവുന്നതിനെയാണ് സ്റ്റീനോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാമിന് വേണ്ടി ഓൾറെഡി നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി മന്ത് മുതൽ നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഏറ്റവും പുതിയ ബാച്ച് ആയിട്ട് അഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മാർച്ചിലെ ബാച്ചാണ്. മാർച്ച് 1 മുതലാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ 2ാമത്തെ ബാച്ചാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഈ ഒരു കോഴ്സിന് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഇനി റിവിഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ഷെഡ്യൂൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാർച്ച് ബാച്ചിലും ആ ഒരു തരത്തിലുള്ള റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് മാർച്ചിൽ പെട്ടെന്ന് തന്നെ ഒരു ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എക്സാം അടുക്കും തോറും നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി ഒരു റിവിഷൻസിനുള്ള ടൈം നമുക്ക് കുറയും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ടും റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എക്സാമിനോടനുബന്ധിച്ച് വേറെ ബാച്ചുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫോർ നൗ നമ്മുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അല്ലെങ്കിൽ ഒക്ടോബർ ഈ ഒരു മന്തിലൊക്കെയാണ് നമ്മുടെ PSC കലണ്ടർ പ്രകാരം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മന്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്സാം. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് ടൈം എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ് കേട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക്